കരിയർ പോയിന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളോടൊപ്പം രമ്യ ഗിരിജ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫോറസ്ട്രി എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖയെക്കുറിച്ചിട്ടാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരിത് നമ്മുടെ പരിസ്ഥിതി മലിനീകരണം, അല്ലെങ്കിൽ ഡീഫോറസ്റ്റേഷൻ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കാറുണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് അല്ലേ? അപ്പം ഇവിടെയാണ് ഈ പറയുന്ന ഫോറസ്ട്രി എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. നമ്മുടെ സ്കൂളുകളിൽ കുട്ടികളോട് സെമിനാറിന് പോകുമ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ അവരാരും അധികം ഫോറസ്ട്രി പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. കാരണം അവർക്ക് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വ്യക്തമായ ധാരണയില്ല, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് അധികം ഇല്ല എന്ന് കരുതുന്നത് കൊണ്ട് ആൾക്കാർ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫോറസ്ട്രി എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് വളരെയധികം ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു സബ്ജക്റ്റാണ്. പക്ഷേ നമ്മൾ വളരെ റൈറ്റ് ആയിട്ടുള്ള ഒരു കരിയർ പാത്ത് തിരഞ്ഞെടുത്ത് പോയാൽ മാത്രമേ നമുക്ക് ആ പറയുന്ന ലക്ഷ്യസ്ഥാനത്ത് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. IAS IPS എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലേ, സാധാരണപ്പെട്ട ഒരു പാരൻറ്റിന് വരെയും അറിയാം. എന്നാൽ ഇന്ത്യൻ ഫോറസ്ട്രി സർവീസ് എന്ന് പറയുമ്പോൾ എത്ര പേര് കേട്ടിട്ടുണ്ട്? IAS IPS പോലെയുള്ള ഒരു സർവീസ് തന്നെയാണ് ഇന്ത്യൻ ഫോറസ്ട്രി സർവീസ് എന്ന് പറയുന്നത്. UPSC എഴുതി തന്നെയാണ് ഈ എക്സാമും നമ്മൾ പാസ്സായി ഈ ജോലിയിലേക്ക് പ്രവേശിക്കുന്നത്. പക്ഷേ ആൾക്കാരുടെ ഇടയിൽ ഇതത്ര പോപ്പുലർ അല്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ യൂണിവേഴ്സിറ്റിയിൽ ഈ പറയുന്ന കോഴ്സുകൾ അധികം കാണാറില്ല. ഇപ്പോൾ സുവോളജി പോലെയോ ബോട്ടണി പോലെയോ വേറെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റുകൾ നമ്മൾ കോമൺ ആയിട്ട് ഏത് കോളേജ് എടുത്താലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഫോറസ്ട്രി അത്യാവശ്യം റെയറായിട്ടുള്ളൊരു കോഴ്സായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അധികം യൂണിവേഴ്സിറ്റികളിൽ ഈ പറയുന്ന കോഴ്സസ് ഇല്ല. പക്ഷേ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും ഒക്കെ തന്നെ ഇപ്പോൾ ഉള്ള കുറച്ച് സ്റ്റേറ്റ് ഓൺഡ് യൂണിവേഴ്സിറ്റീസിലും ഫോറസ്ട്രി എന്ന് പറയുന്ന സബ്ജക്റ്റ് നമുക്ക് ഗ്രാജുവേഷൻ ലെവലിൽ തന്നെ എടുത്തു പഠിക്കാനായിട്ട് സാധിക്കും. സോ എന്താണ് ഫോറസ്ട്രി എന്നും എന്തൊക്കെയാണ് ഫോറസ്ട്രി എന്ന് പറയുന്ന സബ്ജക്റ്റ് എടുത്ത് പഠിച്ചാലുള്ള ജോലി സാധ്യതകളെന്നും എങ്ങനെ ഒരു ഫോറസ്ട്രി സയൻസിലേക്ക് നമുക്ക് പോകാമെന്നുമുള്ള കാര്യമാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. 10th വരെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് സയൻസ് സബ്ജക്റ്റുകളിൽ താല്പര്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും +2-ന് നമ്മൾ സയൻസ് ബയോളജി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് എടുത്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് അല്ലേ? ഇപ്പോൾ ജീവജാലങ്ങളെക്കുറിച്ച് താല്പര്യമാണെന്നുണ്ടെങ്കിൽ ബയോളജിയോ മൈക്രോബയോളജിയോ ബയോടെക്നോളജി അങ്ങനെയുള്ളത് എടുത്തു പോകും. എന്നാൽ ഒരു പ്ലാന്റ്സിനെ കുറിച്ച് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ കൂടുതലും ബോട്ടണി എടുത്ത് പഠിക്കാനാണ് കുട്ടികളോട് പറയുക. എൻവയോൺമെൻറ്റൽ സയൻസ് എന്ന് പറയുന്നൊരു മേഖലയും ഇന്ന് അവൈലബിൾ ആണ്. ചിലപ്പം എൻവയോൺമെൻറ്റൽ സയൻസ് എടുത്ത് പഠിക്കാനും പറയാറുണ്ട്. എങ്കിലും ഈ ഫോറസ്ട്രി എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് അധികം ആരും റെക്കമെൻഡ് ചെയ്യാറില്ല. സോ +2 കഴിഞ്ഞിട്ട് ഈ പറയുന്ന BSc ഫോറസ്ട്രി നല്ല കോളേജിൽ നല്ല യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനുള്ളൊരു ഓപ്ഷൻ ഇന്ന് കുട്ടികൾക്കുണ്ട്. സോ അത് തിരഞ്ഞെടുക്കുന്നതിന് മുന്നേ എന്തൊക്കെയാണ് ഫോറസ്ട്രി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ പഠിക്കാനായിട്ട് ഉള്ളത് എന്ന് മനസ്സിലാക്കുക. ഈ ഫോറസ്ട്രി എന്ന് കേൾക്കുമ്പോൾ പല ആൾക്കാരും കരുതുന്നത് കാടുകളെക്കുറിച്ച് പഠിക്കുക, കുറേ മരങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നാണ്. അങ്ങനെയാണോ ഫോറസ്ട്രി എന്ന് പറയുന്നത്? ഫോറസ്റ്റ് എന്ന് പറയുന്നത് വെറും മരങ്ങൾ മാത്രം നിറഞ്ഞതാണോ? അല്ല, ഒരിക്കലും അല്ല. അവിടുത്തെ മണ്ണിനെക്കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്, അവിടുത്തെ ജീവജാലങ്ങളെക്കുറിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്, അവിടുത്തെ മരങ്ങളും ചെടികളും ഒക്കെ പഠന വിഷയങ്ങളാണ് അല്ലേ? ഇത് ഓരോന്നും വളരെ യുണീക്കായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ഇത് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് താമസിക്കുന്ന ആൾക്കാരുണ്ട്, നമ്മൾ ട്രൈബൽ പീപ്പിൾസ് ഉണ്ട്. അപ്പം അവരെക്കുറിച്ച് പഠിക്കുക, ആ ഗോത്രവർഗത്തിനെക്കുറിച്ചും അവരുടെ കൾച്ചറിനെക്കുറിച്ചും അവരെങ്ങനെയാണ് ഈ പറയുന്ന കാടുമായിട്ടും അവിടുത്തെ ജീവജാലങ്ങളുമായിട്ടും അസോസിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതെന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ നമ്മൾ ഫോറസ്ട്രിയിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. പ്രകൃതിയെക്കുറിച്ച് മാത്രമല്ല, മരങ്ങളെക്കുറിച്ച് മാത്രമല്ല, ജീവജാലങ്ങളെക്കുറിച്ച് മാത്രമല്ല, മനുഷ്യനെക്കുറിച്ചും പഠിക്കുന്നത് ഫോറസ്ട്രിയിൽ ഒരു അത്യാവശ്യ ഘടകം തന്നെയാണ്. ഇതിൽ ഫോറസ്ട്രിയിൽ മേജറായിട്ട് പഠിക്കാനായിട്ടുള്ളത് ഫോറസ്റ്റ് എക്കോളജി എന്ന് പറയുന്ന സബ്ജക്റ്റാണ്. ഇവിടെ നമ്മൾ സോയിലിനെ കുറിച്ച് പഠിക്കാറുണ്ട്, വെള്ളച്ചാട്ടങ്ങൾ, അതായത് വാട്ടർഫോൾസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വാട്ടർ ബോഡീസ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാറുണ്ട്, ജീവജാലങ്ങളെക്കുറിച്ച് പഠിക്കാറുണ്ട്. ഇതെങ്ങനെയാണ് ഒരു എക്കോസിസ്റ്റം ആയി വർക്ക് ചെയ്യുന്നത് എന്ന് പഠിക്കുന്നതാണ് ഫോറസ്റ്റ് എക്കോളജി എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഫോറസ്ട്രി പഠിക്കുന്ന ഒരു കുട്ടിക്ക് സസ്റ്റൈനബിൾ ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന മേഖല പഠിക്കാനായിട്ടുണ്ട്. എങ്ങനെയാണ് ജീവജാലങ്ങളും പ്രകൃതിയും മനുഷ്യനും ഇണങ്ങി ജീവിക്കുന്നതെന്നും പരസ്പരം ഒരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഒന്നിച്ചെങ്ങനെ മുന്നോട്ട് പോകാമെന്നും ഇതിൽ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. പലപ്പോഴും വാർത്തകളിൽ നമ്മൾ കാണാറുണ്ട് അല്ലേ, ഒരു ഹ്യൂമൻ അനിമൽ കോൺഫ്ലിക്റ്റ്. ആന ഇറങ്ങുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന കാട്ടുപന്നി കൃഷി നശിപ്പിക്കുന്നു, പുലി ഇറങ്ങി, ഇങ്ങനെയുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? ശരിക്കും നമ്മൾ അവിടെ മനുഷ്യനെ മൃഗങ്ങൾ അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ പറയാറുണ്ട്.
ശരിക്കും ഇവരുടെ ഒരു ആവാസ വ്യവസ്ഥയിലേക്ക് മനുഷ്യൻ കുടിയേറി പാർക്കുകയും അവർക്കുള്ള സ്ഥലം, അതായത് അവരുടെ വീട് നശിക്കുമ്പോഴാണ് അവർക്ക് പോകാൻ സ്ഥലമില്ലാതെ അവർ ഈ സ്ഥലങ്ങളിലേക്ക് മടങ്ങി വരുന്നത്. പക്ഷേ ആ സമയത്ത് ഒരു ഹ്യൂമൻ അനിമൽ കോൺഫ്ലിക്റ്റ് അവിടെ ഉണ്ടാവാറുണ്ട്. ഈ ഫോറസ്ട്രി പഠിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഇല്ലാതെ നമ്മൾ മുന്നോട്ട് എല്ലാം അസോസിയേറ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകേണ്ടത് എന്ന് പഠിക്കാറുണ്ട്. പിന്നെ വേറെ ഒരു മേഖല അല്ലെങ്കിൽ ഫോറസ്ട്രിയിൽ പഠിക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് റീഫോറസ്റ്റേഷൻ ആൻഡ് റീസ്റ്റോറേഷൻ എന്ന് പറയുന്നതാണ്. നമ്മൾക്ക് വീട് വയ്ക്കാതിരിക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. അവിടെ നമുക്ക് തടി ആവശ്യമാണ്, പല കാര്യങ്ങളും നമുക്ക് ഫോറസ്റ്റിന് ഡിപ്പെൻഡഡ് ആണ് അല്ലേ. അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ തിരിച്ചെന്താണ് നൽകുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അവിടെയാണ് ഈ റീഫോറസ്റ്റേഷനും റീസ്റ്റോറേഷനും ഒക്കെ വരുന്നത്. പിന്നെയുള്ളത് വൈൽഡ് ലൈഫ് ഹാബിറ്റാറ്റ് മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ ഈ വൈൽഡ് ലൈഫ് ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അർബൻ സ്പേസിലുള്ള ഒരു ഹാബിറ്റാറ്റ് അല്ല വൈൽഡ് ലൈഫിലുള്ളത്. അപ്പം ആ സ്പെസിഫിക് ആയിട്ടുള്ള ആ പറയുന്ന ആവാസ വ്യവസ്ഥ എങ്ങനെ നിലനിർത്താമെന്നും അതിലെങ്ങനെയാണ് ഒരു ജീവജാലങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നതെന്നും അത് മാറിക്കഴിഞ്ഞാൽ അവരുടെ ഒരു ജീവിതം എങ്ങനെ ഡിഫിക്കൽട്ടിയിലേക്ക് നീളുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുകയും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നും ഈ ഫോറസ്ട്രി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ പഠിക്കുന്നുണ്ട്. പിന്നെ വേറൊരു മേഖല എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഹെൽത്ത് പ്രൊട്ടക്ഷനാണ്. നമ്മൾ പല ഇതിലും വായിക്കാറുണ്ടല്ലേ, ഫ്ലഡ് കാരണം ഫോറസ്റ്റിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവുന്നു, അതുപോലെ ഫോറസ്റ്റ് ഫയർ അത് കാരണം മരങ്ങൾ നശിക്കുന്നത് മാത്രമല്ല ഒരുപാട് ജീവജാലങ്ങളെയും നമുക്കതിൽ നഷ്ടപ്പെടാറുണ്ട്. അപ്പം ഈ ഫോറസ്റ്റിൻ്റെ ഹെൽത്ത് എല്ലാ രീതിയിലും പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ടത് നമ്മളുടെ ഒരു എന്താ പറയുക ലോകത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. ഇത്രയധികം കാർബൺ ഡയോക്സൈഡ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ എങ്ങനെയാണ് ഇത് റീസൈക്കിൾ ചെയ്ത് നമ്മൾക്ക് ആവശ്യമുള്ള ഒരു നല്ല വായു നമുക്ക് കിട്ടുന്നത് കാടുകളിൽ നിന്നാണ്, മരങ്ങളിൽ നിന്നും ചെടികളിൽ നിന്നുമാണ് അല്ലേ. അപ്പം എത്രയധികം ഇമ്പോർട്ടൻസ് ഈ പറയുന്ന കാടുകൾക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഈ ഫോറസ്റ്റിൻ്റെ ഹെൽത്ത് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും പലതരത്തിൽ നമുക്ക് ഫോറസ്റ്റ് അഫക്റ്റഡ് ആവാം. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഡിസീസ് വന്ന് എല്ലാ മരങ്ങളും ചെടികളും നശിച്ചു പോകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസീസ് വന്ന് എല്ലാ ജീവജാലങ്ങളെയും അത് അഫക്റ്റ് ചെയ്യപ്പെടാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസീസ് വന്ന് അത് മണ്ണിൽ കലർന്ന് അതിൽ നിന്നുണ്ടാവുന്ന ഫലങ്ങൾക്കും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്കും അസുഖങ്ങൾ സംഭവിക്കാറുണ്ട്. ഇനിയും അതുമല്ല എന്നുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഉണ്ട്, അവർക്ക് എന്തെങ്കിലും അസുഖങ്ങളോ ഒക്കെ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പം ഇതൊക്കെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്നും ഈ ഒരു ഫോറസ്റ്റിൻ്റെ ഹെൽത്ത് മാത്രമല്ല അതുവഴി മനുഷ്യൻ്റെ ഹെൽത്ത് എങ്ങനെ നിലനിർത്താമെന്നും ഈ പറയുന്ന ഫോറസ്ട്രിയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇന്നീ പറയുന്ന പോലെ പല സബ്ജക്റ്റുകളും ഓൾഡ് ഫാഷൻ സബ്ജക്റ്റുകളാണെന്ന് കുട്ടികൾ പറയാറുണ്ട്. ഫോറസ്ട്രി ഒരിക്കലും ഓൾഡ് ഫാഷൻ്റെ സബ്ജക്റ്റ് അല്ല എന്ന് മനസ്സിലാക്കുക. മോഡേൺ ടെക്നോളജി ഉപയോഗിച്ച്, അതായത് സാറ്റലൈറ്റ് ഇമേജിംഗ് വഴി, GIS മാപ്പിംഗ് വഴി, ഡ്രോൺ ടെക്നോളജി വഴി ഇതൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മേഖലയാണ് ഫോറസ്ട്രി എന്ന് പറയുന്നത്. ഇതുവഴിയാണ് നമ്മൾ പലപ്പോഴും ഈ പറയുന്ന ഫോറസ്റ്റിൻ്റെ സർവേ നടത്തുന്നത്, ജീവജാലങ്ങളുടെ സെൻസസ് എടുക്കുന്നത്. ടൈഗർ സെൻസസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എലിഫൻറ്റിൻ്റെ സെൻസസ് ഉണ്ട്. അപ്പം ഇത് ഓരോന്നും എന്താ പറയുന്നത്, ശരിക്കും പറഞ്ഞൊരു ആർട്ടാണ് ഈ സെൻസസ് എടുക്കുക. മനുഷ്യൻ്റെ സെൻസസ് എടുക്കുന്നത് ഈസിയാണ് എന്ന് നമുക്ക് പറയാം. കാരണം ഒരു വീട്ടിൽ വരുന്നു, ചോദിക്കുന്നു വീട്ടിൽ എത്ര ആൾക്കാരുണ്ട്, എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കും. പക്ഷേ നമുക്കൊരിക്കലും ഒരു മൃഗങ്ങളുടെ ഒരു കൂട്ടത്തിനോട് പോയിട്ട് നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ടെന്ന് ചോദിക്കാൻ സാധിക്കില്ല. ഇതെല്ലാം സയൻസ് ആൻഡ് ടെക്നോളജി ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. എന്താണ് ഇപ്പോൾ കൺസർവേഷൻ ഉണ്ട്, ടൈഗർ കൺസർവേഷൻ, എലിഫൻറ്റ് കൺസർവേഷൻ, പ്രോജക്റ്റ് ടൈഗർ, പ്രോജക്റ്റ് എലിഫൻറ്റ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം മോഡേൺ ടെക്നോളജി ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ ഈ പറയുന്ന ടെക്നോളജിയും ഒരുപാട് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഫോറസ്ട്രി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ക്ലൈമറ്റ് ചേഞ്ച് അല്ലേ, അല്ലെങ്കിൽ കാർബൺ സ്റ്റോറേജ്. ഈ ക്ലൈമറ്റ് ചേഞ്ചിനും കാർബൺ സ്റ്റോറേജിനും ഒരുപാട് റോളുകൾ ഇന്നുണ്ട്. പല ഇൻഡസ്ട്രീസിൽ നിന്നും ഇത് ഇത്രയധികം കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ പൊല്യൂഷൻസ് ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പം നമുക്ക് വളരെ എന്താ പറയുക വേൾഡ് വൈഡ് ക്ലൈമറ്റ് സമ്മിറ്റ്സ് നടക്കുന്നുണ്ട്. അപ്പം ഈ പറയുന്ന കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. നമ്മൾ എത്രയൊക്കെ പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടോ അത്രയധികം നമ്മൾ ഭൂമിയിലേക്ക് അല്ലെങ്കിൽ പ്രകൃതിയിലേക്ക് തിരിച്ചു നൽകണമെന്നും അതിനനുസരിച്ചിട്ട് നമ്മൾ അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, അല്ലെങ്കിൽ ഇതുപോലെയുള്ള വനങ്ങൾ സൃഷ്ടിക്കുക, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിൽ നിന്ന് നമ്മൾ കാർബൺ ക്രെഡിറ്റ് നമ്മൾ കാണിക്കണം, അല്ലെങ്കിൽ ഓരോ ഇൻഡസ്ട്രിക്കും ഇത്ര കാർബൺ ക്രെഡിറ്റ് വേണം എന്നുള്ള റൂള് നമുക്കുണ്ട്. പിന്നെ ഓരോ കൺട്രിയും കാർബൺ ക്രെഡിറ്റിൽ എവിടെ നിൽക്കുന്നു എന്നുള്ള ഒരു ലിസ്റ്റ് തന്നെ ഇന്ന് വേൾഡിൽ പബ്ലിഷ് ചെയ്യാറുണ്ട്. അപ്പം ഈ പറയുന്ന ക്ലൈമറ്റ് ചേഞ്ച്
അല്ലെങ്കിൽ ഈ പറയുന്ന കാർബൺ സ്റ്റോറേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പഠിക്കുന്ന ഒരു ശാസ്ത്ര വിഭാഗം കൂടിയാണ് ഫോറസ്ട്രി എന്ന് പറയുന്നത്. ഇതേ കാര്യങ്ങൾ എൻവയോൺമെൻറ്റൽ സയൻസിലും പഠിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും കൂടുതൽ ഈ പറയുന്ന ഫോറസ്ട്രിയിൽ ജീവജാലങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഇത് കൂടുതലായിട്ട് പഠിക്കാറുണ്ട്. ഫോറസ്ട്രിയിൽ വളരെ രസകരമായിട്ട് കുട്ടികൾക്ക് പഠിക്കുന്നതും അല്ലെങ്കിൽ അവർ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു കാര്യമാണ് ട്രൈബൽസിൻ്റെ ഇൻഡിജിനസ് നോളജ് എന്ന് പറയുന്നത്, അല്ലേ? പല മരുന്നുകളും ഈ പറയുന്ന ആൾക്കാർക്ക് ഹോസ്പിറ്റലിലൊന്നും പോകേണ്ട ആവശ്യമില്ല. അവർക്ക് അവരുടേതായ ഒരു മെഡിസിനൽ സിസ്റ്റമുണ്ട്, ഒരു കൾച്ചറുണ്ട്, എല്ലാം, എസ്പെഷ്യലി മെഡിസിൻസ്. അപ്പം ഈ പറയുന്ന കാര്യങ്ങളും ഫോറസ്ട്രിയിൽ എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിക്ക് എന്തുകൊണ്ടാണ് അസുഖങ്ങൾ വരാത്തത്, അവരുടെ ഭക്ഷണ രീതി എന്താണ്, അല്ലെങ്കിൽ അവർ ചില അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് മരുന്നാണ് ഉപയോഗിക്കുന്നത്, ഒരു കുട്ടി ജനിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് എന്താണ്, നമ്മൾ വാക്സിൻ എടുക്കും, അല്ലേ? നമുക്ക് ടെൻഷനാണ്, ഈ പ്രായത്തിൽ ഒരു വാക്സിൻ, ആ പ്രായത്തിൽ ഒരു വാക്സിൻ, ഏതെങ്കിലും ഒരു വാക്സിൻ മിസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ടെൻഷനാണ്. പക്ഷേ ഈ ട്രൈബൽ പീപ്പിൾസ് ഇങ്ങനെയുള്ള വാക്സിൻസ് എടുക്കാറുണ്ട്. വളരെ ചുരുക്കമാണ്. ഇന്ന് ഒരുപാട് ടെക്നോളജി അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ അവരിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിലും സ്റ്റിൽ അവർക്ക് അവരുടേതായ ഒരു സിസ്റ്റമുണ്ട്. അപ്പം ഈ പറയുന്ന ഇൻഡിജിനസ് നോളേജിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിലും ഫോറസ്ട്രി പഠിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഈ ഫോറസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെയധികം ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് ആ സബ്ജക്റ്റിൽ. ഇനി ഈ പറയുന്ന ഫോറസ്ട്രി പഠിച്ച് മുന്നോട്ട് പോയി ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് നിങ്ങൾ വർക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാലഘട്ടം, അതായത് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കുന്ന സമയം തന്നെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സ്കില്ല് ലീഡർഷിപ്പ് സ്കില്ലാണ്. കാരണം ഈ പറയുന്ന ഒരുപാട് ആൾക്കാർ ചേർന്ന് വർക്ക് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഫോറസ്റ്റിൽ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ ടീമല്ല, എന്നാൽ ടീം വർക്കാണ്, അതൊരു ചെറിയ ടീം വർക്കാണ്. സോ ലീഡർഷിപ്പ് സ്കില്ല് എപ്പോഴും ഉണ്ടായിരിക്കുക, ലീഡ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കുക ഒരു കുഞ്ഞു ടീമിന്. അതുകൂടാതെ കമ്മ്യൂണിക്കേഷൻ, നമുക്കറിയാം പല ലാംഗ്വേജും പല രീതികളും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നല്ല ലാംഗ്വേജ് സ്കിൽ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള വ്യക്തികളായിരിക്കണം. പിന്നെ ഫിസിക്കൽ ഫിറ്റ്നസ്, എല്ലായിടത്തും ഫിസിക്കൽ ഫിറ്റ്നസ് വേണമെന്ന് അവകാശപ്പെടാനായിട്ട് സാധിക്കില്ല. ബട്ട് സ്റ്റിൽ ഫോറസ്ട്രിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഫിസിക്കൽ ഫിറ്റ്നസ്സിൽ ഒരു ശ്രദ്ധ ഉണ്ടാവുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്. അപ്പോൾ +2 പഠിക്കുന്ന കുട്ടികൾക്ക് ഈ പറയുന്ന സയൻസ് സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ BSc ഫോറസ്ട്രി പഠിക്കാം. അത് കഴിഞ്ഞ് MSc ഫോറസ്ട്രിയോ എൻവയോൺമെൻറ്റൽ സയൻസോ വൈൽഡ് ലൈഫ് കൺസർവേഷനിസ്റ്റ് എന്ന് പറയുന്ന ഇതോ അങ്ങനെയുള്ള ഒരുപാട് മേഖലകളിൽ പഠിക്കാനായിട്ട് സാധിക്കും. ഇതുകൂടാതെ അനിമൽ ബിഹേവിയർ പഠിക്കാനായിട്ട് സാധിക്കും, വുഡ് സയൻസ് പഠിക്കാനായിട്ട് സാധിക്കും. ഒരുപാട് വ്യത്യസ്തമായ മേഖലകളിലേക്ക് ഹയർ സ്റ്റഡീസ് ഓപ്ഷൻ ഉള്ള ഒരു സബ്ജക്റ്റാണ് ഫോറസ്ട്രി എന്ന് പറയുന്നത്. പാരൻസിൻ്റെ ഒരു കൺസേൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഴ്സ് തന്നെ വളരെ ചുരുക്കം യൂണിവേഴ്സിറ്റീസിലാണുള്ളത്. അപ്പോൾ പിന്നെ ജോലി സാധ്യത എവിടെയാണ് ഇത് പഠിച്ചു കഴിഞ്ഞാൽ എന്നാണ്. ശരിക്കും ഞാൻ നേരത്തെ ആദ്യം തന്നെ പറഞ്ഞു, IASഉം IPSഉം പോലെ ഇന്ത്യൻ ഫോറസ്ട്രി സർവീസ് എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്. സയൻസ് ഡിഗ്രി ഉള്ള എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന അല്ലെങ്കിൽ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ടോപ്പ് പോസ്റ്റാണ് ഈ ഇന്ത്യൻ ഫോറസ്ട്രി സർവീസ് എന്ന് പറയുന്നത്. അതിൽ സയൻസ് ഗ്രാജുവേറ്റ് കൂടാതെ എൻജിനീയറിങ്ങിൻ്റെ ഏത് മേഖലയായാലും എഴുതാം എന്നാണ് എലിജിബിലിറ്റിയിൽ കാണിക്കുന്നത്. സോ ഇന്ത്യൻ ഫോറസ്ട്രി സർവീസ് എഴുതി നിങ്ങൾക്ക് ഓൾ ഇന്ത്യ സർവീസിലേക്ക് വരാനായിട്ട് സാധിക്കും. ഇത് കൂടാതെ എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്റും അവരുടെ ഇപ്പം ഫോറസ്റ്ററായിട്ടും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഒക്കെ ജോലിയിലേക്ക് വിളിക്കുന്നത് സ്റ്റേറ്റിൻ്റെ PSC എക്സാംസ് വഴിയാണ്. സോ ആ പറയുന്ന സ്റ്റേറ്റിൻ്റെ PSC എക്സാംസ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇത് കൂടാതെ ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട്, ലൈക്ക് സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ബൊട്ടാനിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻസിലും നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല എൻവയോൺമെൻറ്റൽ മിനിസ്ട്രിയിലും എൻവയോൺമെൻറ്റൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട NGOസിലും ഒക്കെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കൂടാതെ ഇനി നമ്മൾ ഒരു വേൾഡ് ആസ് എ ഹോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യുനെസ്കോയിലും UNDPയിലും UNEPയിലും IUCNലും ഒക്കെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. IUCN മിക്ക ആൾക്കാർക്കും അറിയാവുന്നതായിരിക്കും, കാരണം ഈ ത്രെട്ടൻഡ് സ്പീഷീസ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഏതൊക്കെയാണ് എന്ന് മെൻഷൻ ചെയ്യുന്ന റെഡ് ഡേറ്റ ബുക്ക് എന്ന് പറയുന്നത് പബ്ലിഷ് ചെയ്യുന്നത് IUCN ആണ്. അപ്പം ഇങ്ങനെയുള്ള വേൾഡിലെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസിലും വർക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഈ സബ്ജക്റ്റ് നമുക്ക് നൽകുന്നുണ്ട്. ജോലി സാധ്യത എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓൾറെഡി ഇങ്ങനെയുള്ള ഗവൺമെൻറ്റിലും അല്ലെങ്കിൽ ഓർഗനൈസേഷനിലും ജോലി ഉണ്ട് എന്ന് പറഞ്ഞു. എല്ലാ ജോലിയുടെയും പേര് ഫോറസ്റ്റർ എന്നോ അല്ലെങ്കിൽ ഫോറസ്റ്റ് സയൻറ്റിസ്റ്റ് എന്നോ ഒന്നുമല്ല. വേൾഡിൽ പല പേരുകളിലാണ് ഈ ഫോറസ്ട്രി പഠിച്ച ആൾക്കാരുടെ ജോബ് പ്രൊഫൈൽ വരുന്നത്. അതിൽ വൈൽഡ് ലൈഫ് കൺസർവേഷനിസ്റ്റ് ഉണ്ട്, ഇനി വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ തന്നെ സ്പെഷ്യലൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പിന്നെ ഫോറസ്റ്ററായിട്ട് ഉള്ള ജോലി ഉള്ളവരുണ്ട്, വുഡ് സയൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, എൻവയോൺമെൻറ്റൽ ആക്ടിവിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അർബൻ ഫോറസ്റ്റർ എന്ന് പറയുന്ന വേറൊരു വിഭാഗമുണ്ട്. അതായത്
നമ്മളിപ്പോൾ സംസാരിച്ചതെല്ലാം കാടുമായി ബന്ധപ്പെട്ടാണ് അല്ലേ. അർബൻ സ്പേസിൽ തന്നെ പാർക്കുകളുണ്ട്, മരങ്ങളുണ്ട്, അവിടെ എന്താണ് ആവശ്യം എന്നറിഞ്ഞ് അർബൻ ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെയുണ്ട്. സോ അതിലും നമ്മൾക്ക് ജോലി സാധ്യതയുണ്ട്. ഇനി ഇതൊന്നുമല്ല, കുറച്ച് ടെക്നിക്കലി എന്താ പറയുക ഓറിയൻറ്റഡ് ആയിട്ടുള്ള ജോലി വേണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് GIS അനലിസ്റ്റായിട്ട് വർക്ക് ചെയ്യാം, റിമോട്ട് സെൻസിങ്ങിൽ വർക്ക് ചെയ്യാം, സാറ്റലൈറ്റ് ഇമേജിംഗ് ടെക്നോളജിയിൽ വർക്ക് ചെയ്യാം. ഈവൻ ISROയ്ക്ക് തന്നെ ഈ പറയുന്ന ഫോറസ്ട്രി പഠിച്ചവരെയും എൻവയോൺമെൻറ്റൽ സയൻസ് പഠിച്ച ആൾക്കാരെയും റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ തന്നെ ഒരു വലിയ വിങ് ഉണ്ട്. പിന്നെ അതുകൂടാതെ ക്ലൈമറ്റ് ചേഞ്ച് അനലിസ്റ്റായിട്ടും എക്കോ ടൂറിസം കൺസർവേഷനിസ്റ്റ് ഇങ്ങനെയുള്ള ഒരുപാട് മേഖലകളിലും ജോലി സാധ്യതയുണ്ട്. ഇതുകൂടാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എൻവയോൺമെൻറ്റൽ ടൂർസ് നടത്തുന്ന ആൾക്കാരുണ്ട്, എൻവയോൺമെൻറ്റൽ അവയർനെസ് ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ ഇൻഡിപെൻഡൻ്റ്ലി വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഈ സബ്ജക്റ്റ് പഠിച്ചതിന് ശേഷം നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഇതിൽ നിന്ന് ഫോറസ്ട്രി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് അത്യാവശ്യം നോളജ് കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇപ്പോൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ +2-ന് ബയോളജി സബ്ജക്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് BSc ഫോറസ്ട്രി എടുത്ത് പോകാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞ് നിങ്ങൾ MScയിൽ വൈൽഡ് ലൈഫിലേക്കോ ഫോറസ്ട്രിയിലേക്കോ എൻവയോൺമെൻറ്റൽ സയൻസിലേക്കോ ക്ലൈമറ്റ് ചേഞ്ചിലേക്കോ സസ്റ്റൈനബിൾ സ്റ്റഡീസിലേക്കോ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാവുന്നതാണ്. PhDയും ഈ പറയുന്നത് പോലെ സ്പെഷ്യലൈസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഈ പറഞ്ഞത് കൂടാതെ ഇനി ടീച്ചിങ് പ്രൊഫഷനിലേക്കും നിങ്ങൾക്ക് സാധ്യതയുണ്ട്. ഏത് സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ടീച്ചിങ് പ്രൊഫഷനിലേക്ക് സാധ്യതയുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. സോ BSc ഫോറസ്ട്രി ഉള്ള നല്ല കോളേജുകൾ തിരഞ്ഞെടുത്ത് അവിടെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ എവിടെയാണ് വർക്ക് ചെയ്യേണ്ടത്, സെൻട്രൽ ഗവൺമെൻറ്റിലാണോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലാണോ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണോ വർക്ക് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ളൊരു കരിയർ പാത്ത് സെറ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ്.